ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടി. അന്നേരം എനിക്കും തോന്നി പത്മവിഭൂഷൺ മമ്മൂട്ടിക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ഭാരതരത്നം കൊടുത്താൽ പോലും അധികപ്പറ്റൊന്നും അല്ലാവോ, കറക്റ്റായ നടൻ തന്നെയാണ് മമ്മൂട്ടി. പക്ഷേ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ, നമ്മൾ മറുവശമൊക്കെ ചിന്തിക്കുമ്പം എനിക്കിപ്പോൾ അറിയാവുന്ന രണ്ടുപേര് മലയാള സിനിമയിൽ തന്നെയാണ്. മധു എന്ന് പറയുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ലെജൻഡുകളിലൊന്നാണ്. മമ്മൂട്ടിയുടെയൊക്കെ ഹീറോ എന്ന് മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയുന്ന ഒരാളാണ് മധു ഡയറക്ടറാണ്, മികച്ച നടനാണ്. എക്കാലത്തെയും ഇന്ത്യയിലെ ക്ലാസിക്കുകളിൽ ഒന്നായ ചെമ്മീനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസറാണ്. അങ്ങനെ സർവ്വ മേഖലകളിലുള്ള ഒരാൾ. മധുവിനെ പോലെ ഒരാൾക്ക് പത്മശ്രീ വരെ ലഭിച്ചിട്ടുള്ളൂ. മധുവിന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം വരെ കൊടുക്കാൻ അർഹനാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. മധുവിനെ അംഗീകരിക്കുന്നില്ല. നമ്മൾ പേരുകൾ പറയുമ്പോൾ നമ്മൾ സ്റ്റാറുകളുടെ പേരല്ലാതെ ഇങ്ങനെയുള്ളവരുടെ പേരല്ലിക്കുക. ശ്രീകുമാരൻ തമ്പി, ഒരു കാലഘട്ടം മൊത്തവും ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നതാണ്. അദ്ദേഹത്തിന് ഒരു പത്മ അവാർഡും കിട്ടിയിട്ടില്ലെന്നാണ്. പത്മശ്രീയോ പത്മഭൂഷണോ ഒന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം സംവിധായകൻ കൂടിയാണ്. ഇത്രയും സിനിമയിൽ ഇത്രയും വർഷങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് മധു ആയാലും ഈ പറഞ്ഞ പോലെ ശ്രീകുമാരൻ തമ്പി ആയാലും. ഇവരാരും ചെന്ന് ചോദിക്കൊന്നുമില്ല. ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കാൻ നമ്മുടെ ഏത് തരം പാർട്ടിയാണെങ്കിലും ഇതിനൊക്കെ ശുപാർശ ചെയ്യേണ്ടവരാണ് ഇവരൊക്കെ. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ കൃത്യമായും കിട്ടേണ്ട രണ്ടുപേരെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഇടുക. രണ്ടുപേര് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത്, ഒന്ന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടെങ്കിലും മധുവിന് ഏറ്റവും പരമോന്നത പുരസ്കാരം കൊടുക്കാൻ അർഹതപ്പെട്ടതാണ്. എന്തുകൊണ്ട് ശ്രീകുമാരൻ തമ്പിക്ക് ഒരു പത്മ പുരസ്കാരങ്ങളും കൊടുക്കുന്നില്ല? എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് ഇട്ടേക്കുക.